ഹായ്, ഞാൻ മെൽവിൻ, ഇന്റീരിയർ ഡിസൈനർ. നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡിസൈനാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബെഡ്റൂം കേരള യൂറോപ്യൻ സ്റ്റൈലിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു 4 പോസ്റ്റർ ബെഡോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമ്മൾ കഴിഞ്ഞ വട്ടം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വട്ടം നമ്മൾ നോക്കുന്നത് സെയിം ഡിസൈൻ സ്റ്റൈൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡിസൈനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇന്ന് നമുക്ക് ഈ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ് നമ്മുടെ ഈ യൂറോപ്യൻ മോൾഡിങ്സ്. കാരണം അതിനെ നമ്മുടെ ബെഡ്റൂമിലാണെന്നുണ്ടെങ്കിലും ലിവിങ് ഏരിയയിലാണെന്നുണ്ടെങ്കിലും ഒരു ക്ലാസിക് ഫീല് കൊണ്ടുവരാനായിട്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ടോട്ടലായിട്ട് നമ്മൾ ഏതൊരു ഡിസൈൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ മോൾഡിങ്സിൻ്റെ യൂസേജ് വളരെയധികം കൂടുതലായിട്ട് നമുക്ക് കാണാം. അത് പല മെറ്റീരിയലിലും പല ബ്രാൻഡ്സും ഇന്ന് മാർക്കറ്റിൽ നല്ല രീതിയിൽ അവൈലബിലിറ്റിയും അവർ ഉറപ്പുവരുത്തുന്നുണ്ട്. ഇത് നമുക്ക് MDFയിൽ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ PVCയിൽ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ അതെല്ലാം നമുക്ക് വുഡിൽ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു മോൾഡിങ്സിൻ്റെ പ്രൊഫൈൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ഡിസൈൻസിൽ നമ്മൾ കാണുന്ന ഒരു മോൾഡിംഗ് ആണ് നമ്മുടെ യൂറോപ്യൻ മോൾഡിങ്സ്. നമ്മുടെ ഈ ഒരു ബെഡ്റൂമിൽ നമ്മൾ വോൾ ഹൈലൈറ്റിങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഈ സെയിം യൂറോപ്യൻ മോൾഡിങ്സ് തന്നെയാണ്. യൂറോപ്യൻ മോൾഡിങ്സ് വെച്ചിട്ടാണ് നമ്മൾ ബെഡിൻ്റെ ഹെഡ് വരുന്ന വോൾ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മോൾഡിങ്സ് വയ്ക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ പ്രൊപ്പോർഷൻസ് കറക്റ്റായിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. കാരണം രണ്ട് സൈഡിലാണെന്നുണ്ടെങ്കിലും ഹൈറ്റ് ആണെന്നുണ്ടെങ്കിലും ബോട്ടം ഏരിയ ആണെന്നുണ്ടെങ്കിലും അതൊരു പ്രൊപ്പോർഷനേറ്റീവായിട്ട് വെച്ചാലാണ് ഈ ഒരു മോൾഡിങ്സ് വെക്കുന്നത് കൊണ്ടുള്ളൊരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. പലരുടെയും ഡിസൈൻസിൽ ഇത് കീറി മറിഞ്ഞൊക്കെ ഇരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൊടുക്കുന്നതുകൊണ്ടുള്ള ഒരു ക്ലാസ് ലുക്ക് നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹൈറ്റ് ആണെന്നുണ്ടെങ്കിലും വിഡ്ത്ത് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ബോട്ടം ക്ലിയറൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒരേ മെഷർമെൻറ്റ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ഈ മോൾഡിങ്സ് വെച്ചുകൊണ്ട് നമുക്ക് വോൾ പാനലിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വോൾ പാനൽസിൻ്റെ സെൻട്രൽ പോർഷനിലായിട്ട് നമ്മളൊരു വാൾ പേപ്പറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതും ഒരു ക്ലാസിക് ഒരു ഫീല് തരുന്ന രീതിയിലുള്ള ഒരു വാൾ പേപ്പറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിലെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് വരുന്നത് ഇവിടുത്തെ ബെഡ് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ കോട്ട് തന്നെയാണ് ഇവിടെ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ട് വരുന്നത്. ഒരു കേരള ഡിസൈൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ബെഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഹെഡിൻ്റെ പോർഷൻ നമ്മൾ കെയിൻ വർക്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 4 സൈഡിലും ഓരോ പോസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇതൊരു 4 പോസ്റ്റർ ബെഡായിട്ട് കണക്കാക്കാൻ പറ്റില്ല. കാരണം അത്രയും ഹൈറ്റൊന്നും ഇതിൻ്റെ പോസ്റ്റുകൾക്ക് വരുന്നില്ല. ലെഗ് ആണെന്നുണ്ടെങ്കിലും ടോട്ടലി വുഡിലാണ് നമ്മൾ ഈ ഒരു ബെഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സൈഡ് ടേബിൾ ആണെന്നുണ്ടെങ്കിലും വുഡിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒരു ഗോൾഡൻ നോബ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു കേരള ഒരു ടച്ചൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നമ്മളൊരു ഉരുളി കൊടുത്തിട്ട് അതിൽ കുറച്ച് പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ഒരു എലിഫൻറ്റിൻ്റെ ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി നോക്കുമ്പോൾ നമുക്ക് ആ ഒരു യൂറോപ്യൻ അതേപോലെ തന്നെ നമുക്കൊരു കേരള ഫിനിഷ് എന്നുള്ള രീതിയിൽ ഒരു കേരള ടച്ചോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൽ ഫ്ലോറിങ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മുടെ വുഡൻ ഫ്ലോറിംഗ് ആണ്. ഇതിൻ്റെ ബാക്ക് വാളിൽ നമ്മളൊരു 3 ഫോട്ടോ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ ഫ്രെയിമിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മുടെ യൂറോപ്യൻ സ്റ്റൈലിൽ വരുന്ന ബിൽഡിങ്സിൻ്റെ ഫോട്ടോസാണ് 3 നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒക്കെ പ്ലെയിൻ ആണ് കൊടുത്തിട്ടുള്ളത്. അത്രയും കൂടുതൽ ലൈറ്റിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഏറ്റവും സിമ്പിളായിട്ട് ഒരു ക്ലാസിക് ബെഡ്റൂം എങ്ങനെ ചെയ്യാമെന്നുള്ളതിന് ഒരു എക്സാക്റ്റ് എക്സാമ്പിളാണ് ഈ ഒരു ബെഡ്റൂം. അതുപോലെ തന്നെ ഇതിലും നമ്മൾ ഗുഡ് എർത്തിൻ്റെ അതേ സെയിം ബെഡ് സെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വട്ടം യൂസ് ചെയ്തിട്ടുള്ളത് പെരിയാർ എന്ന് പറഞ്ഞൊരു ബെഡ് സെറ്റ് കളക്ഷനായിരുന്നു. ഈ വട്ടം നമ്മൾ ഗുഡ് എർത്തിൻ്റെ തന്നെ മറ്റൊരു കളക്ഷനാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഡിസൈനായിട്ട് കാണാം. അതുവരേക്കും ബൈ.